ഹിഫ്ള് റസൂലുള്ളാഹി തങ്ങളിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത് വരെയുള്ള സിൽസിലയുണ്ട്. തസൗഫിൻ്റെ സിൽസിലയുണ്ട്, ഫിഖ്ഹിന് സിൽസിലയുണ്ട്, ഹദീത്തിന് ഇങ്ങനെ പോകുന്ന ചെയിനുണ്ട്, സിൽസിലയുണ്ട് തങ്ങളിലേക്ക് എത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ആത്മീക ബന്ധം അത് മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഇന്ന് ലോകത്തതിന് അവസരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സജ്ജനങ്ങളെ കണ്ടുമുട്ടാനും അവരുമായി അടുപ്പം സൃഷ്ടിച്ച് അള്ളാഹുലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലൈനൽ മഗ്രിബ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, പേര് കേട്ട സ്വഹാബിയാണ്, യമനിയാണ് അബൂ മൂസൽ അശ്അരി. അശ്അരികളൊക്കെ യമനികളാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ യമനികളുടെ ഈമാനാണ്. ദീനിൻ്റെ ഫിഖ്ഹ്, ദീൻ മനസ്സിലാക്കുന്നത് യമനികൾ മനസ്സിലാക്കിയതാണ്. തത്വജ്ഞാനം യമനികളുടേതാണ് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസൽ അശ്അരി തങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു റാവി. മഹാനൂർ അഭിമാനത്തോടെ പറയുമായിരുന്നു ഇതൊക്കെ. യമനികളെ സംബന്ധിച്ച് പറയുന്ന, യമനികളുടെ ഫضل പറയുന്ന ഹദീത്തുകൾ അധികവും അബൂ മൂസൽ അശ്അരി തങ്ങളായിരിക്കും റിവായത്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക. സ്വഹാബിമാർ അബൂ മൂസൽ അശ്അരി തങ്ങളെ കാണാൻ വേണ്ടി ഒരു യമനികൾ, യാ അബാ മൂസ, അബൂ മൂസൽ അശ്അരി അഖ്ബിർന, ഞങ്ങൾക്ക് നിങ്ങൾ ഖബർ റസൂലില്ലാഹി അനിൽ യമനിയീൻ, യമനികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നാട്ടെ എന്ന് മഹാനവരോട് ചോദിച്ചു പഠിക്കുമായിരുന്നു നാം. ഈ പറയുന്ന ഹദീസ് സ്വഹാബിമാരെ സംബന്ധിച്ച് നബി തങ്ങൾ അവരാരാണെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വല്ലൈനൽ മഗ്രിബ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോടൊപ്പം ഞങ്ങൾ ഒരു ദിവസം മഗ്രിബ് നിസ്കരിച്ചു. ഹബീബായ തങ്ങൾ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ അവർക്ക് ചില നസീഹത്തുകൾ നൽകുമായിരുന്നു, ചില ഉറുദികൾ, വഅദ്. അവിടെ ദിക്ർ ചൊല്ലും, ഹദീസുകൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞു, സുമ്മ ഖുൽനാ ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅഹുൽ ഇശാ. ഇശാ നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജലസ്നാ ഫഖറജ അലൈനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. മഗ്രിബ് കഴിഞ്ഞ് ഒരൽപ്പം സദുപദേശങ്ങളെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. തിരിച്ച് ഇശാഇന്റെ നേരം പള്ളിയിലേക്ക് വന്നപ്പോൾ സ്വഹാബിമാർ വലിയൊരു സംഘം അൽ മസ്ജിദുൻ നബവി, പുണ്യനബിയുടെ അൽ മസ്ജിദുൻ നബവിയിൽ അവരിയ്ക്കുകയാണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാസിൽതും ഹാഹുനാ, അബൂ മൂസ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഖുൽനാ യാ റസൂലല്ലാഹി സ്വല്ലൈനാ മഅകൽ മഗ്രിബ്. അതേ നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇശാ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, അങ്ങയുടെ കൂടെ ഇശാവും നിസ്കരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അഹ്സൻതും, നിങ്ങൾ നല്ലതാണ് ചെയ്തത്. അങ്ങനെ ഫറഫഅ റഅസഹു ഇലസ്സമാ, പുണ്യനബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഫകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ. ഹബീബായ നബി തങ്ങൾ ഒരുപാട് സമയം പലപ്പോഴും പുണ്യനബി ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്നത് സ്വഹാബിമാർ കാണുന്നുണ്ട്. തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് രാത്രി സമയം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അന്നുജൂമു അമനതുൽ ലിസ്സമാ, ആകാശലോകത്തിന്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ആകാശത്തെ നക്ഷത്രങ്ങളുണ്ട്. അന്നുജൂമു അമനതുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ സംരക്ഷണമാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം കൊടുത്തത്, ആകാശത്തെ നക്ഷത്രങ്ങളെങ്ങാനും ഉതിർന്നു വീണാൽ ആകാശം എല്ലാം തകർന്നടിയും, അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ, ഖിയാമത്ത് നടന്നില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ആകാശത്തിൻ്റെ സംരക്ഷണം നക്ഷത്രങ്ങളുടെ ഈ സ്ഥാനങ്ങളിലുണ്ട് എന്ന് മഹാനായ ഇമാം നബവി തങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മാസിൽതും ഹാഹുന, ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ച്, അഹ്സൻതും, നിങ്ങൾ ചെയ്തത് നന്നായി. ഒരു ഇൻതിളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരമാകുന്നവരെ പള്ളിയിൽ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് ഒരു ഇബാദത്താണ്. പ്രത്യേകിച്ച് ഒന്നുകിൽ ദുഹർ അസറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മഗ്രിബ് ഇശാ. മഗ്രിബ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകുന്നില്ല, പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്.
ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഹദാദ് റാത്തീബ് ചൊല്ലിയിട്ടും ഔറാദുകളും വിർദുകളും ചൊല്ലിയിട്ടും അവിടെ ഇരിക്കുക ഇശാ വരെ. ദാലികുമുർ റിബാത്ത്, ഒരു രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്ന കാത്തിരിപ്പ് പോലെ ഉറക്കൊഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്നതിന് റിബാത്ത് എന്ന് പറയും. അത് ഭയങ്കര കൂലിയാണ്. അതുപോലത്തെ പ്രതിഫലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിസ്കാരം കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുക അടുത്ത ബാങ്ക് കൊടുക്കുന്നവരെ. പ്രത്യേകിച്ച് ദുഹർ, അസർ, മഗ്രിബ്, ഇശാ അതായിരിക്കും അതിന് സൗകര്യം കൂടുതൽ. കാരണം ചെറിയ സമയം ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് കിട്ടുന്നത് അല്ലേ. റിബാത്ത് ഭയങ്കര കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അന്നുജൂമു അമനതുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്. നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. നക്ഷത്രങ്ങളെങ്ങാനും മൺമറഞ്ഞു പോയാൽ, കാണാതെയായി പോയാൽ, നശിച്ചു പോയാൽ ആകാശലോകങ്ങൾക്ക് എന്താണോ കരാറു ചെയ്യപ്പെട്ടത് അത് സംഭവിക്കും, ഖിയാമത്ത് സംഭവിക്കും. വഅന അമനതുൽ ലിഅസ്ഹാബി, എൻ്റെ സ്വഹാബിമാർക്ക് അഭയമാണ് ഞാൻ. അത് ഹബീബിൻ്റെ അധികാരമാണ്, തങ്ങൾക്കത് പറയാൻ പറ്റും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സ്വഹാബിമാർക്ക് അഭിമാനവും അവർക്ക് അവരുടെ അമാനത്തും അമാനും സംരക്ഷണവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എൻ്റെ സ്വഹാബിമാർക്ക് ഞാൻ അഭയമാണ്. വഅന അമനതുൽ ലിഅസ്ഹാബി ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാനെങ്ങാനും വഫാത്തായി പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് എന്താണോ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് അത് വരിക തന്നെ ചെയ്യും. അതായത് ഒരുപാട് ആളുകൾ മുർത്തദ്ദാകുന്നത്, ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് ഫിത്നകൾ ഒക്കെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷമാണ് ഉണ്ടായത്. ഉമ്മത്തിൻ്റെ വലിയൊരു അഭയമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഉമ്മത്തിന് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചൊരു മതിലായിരുന്നു. ആ മതിൽ പൊളിഞ്ഞാൽ ഫിത്നകൾ സംഭവിക്കുന്നു. ശരിക്കും ഉമർ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഖിലാഫത്തുർ റാഷിദിയുടെ കാലഘട്ടത്തിൽ വരെ ഖവാരിജുകളും മറ്റുമായി ഒരുപാട് ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പെന്നല്ല, അവരുടെ വരവുണ്ടായത്, ഫിത്നകൾ ഉണ്ടായത്. തങ്ങൾ പറയാ, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ അഭയമാണ്. ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ ഇവിടുന്ന് പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരാനുണ്ട്. വസ്ഹാബി അമനതുൽ ഉമ്മത്തി, എൻ്റെ ഉമ്മച്ചികൾക്ക്, എൻ്റെ അനുയായികൾക്ക് അഭയമാണ് സ്വഹാബിമാർ. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബിമാരെങ്ങാനും ഈ ഭൂമുഖത്ത് നിന്ന് ഓരോരുത്തരായി അവസാനത്തെ സ്വഹാബിയും ഈ ഭൂമുഖത്ത് നിന്ന് മൺമറഞ്ഞു പോയാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തികൾക്ക് വലിയ പ്രതിസന്ധികൾ അവരുടെ കാലശേഷം വരാനുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്ത ഹദീസാണിത്. സ്വഹാബിമാർ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണമാണ്. ഏതുപോലെ ഹബീബ് ഉമ്മത്തികൾക്ക് സംരക്ഷണമാണ്. നുജൂം, നക്ഷത്രങ്ങൾ ആകാശലോകത്തിന് സംരക്ഷണമായ പോലെ. وأنا أمنة لأصحابي فإذا ذهبت أتى أصحابي ما يوعدون. ഫിത്നകളും യുദ്ധങ്ങളും അവിടെ സംഭവിക്കും. വസ്ഹാബി അമനതുൽ ലിഉമ്മതി, എൻ്റെ ഉമ്മത്തികളുടെ അഭയമാണ് എൻ്റെ സ്വഹാബിമാർ. ഇല്ലാത്ത വാക്കല്ലേ അത്. എൻ്റെ ഉമ്മത്തികളുടെ അഭയമാണ് എൻ്റെ സ്വഹാബിമാർ. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സ്വഹാബിമാർ. ആ വാക്ക് നോക്കൂ, എൻ്റെ സ്വഹാബിമാർ. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായിരിക്കെ ഹബീബിൻ്റെ കൂടെ നിന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് നിന്നാൽ മതി, പിന്നെ എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ. ഒരു സെക്കൻഡ് ഹബീബിൻ്റെ മുമ്പിലെത്താൻ കാണണം നിർബന്ധമല്ല. കണ്ണ് കാണാത്ത സ്വഹാബിമാരുണ്ട്, തങ്ങൾക്ക് കാണൽ നിർബന്ധമല്ല, ഹബീബിൻ്റെ കൂടെയുണ്ടായിരിക്കണം. ആ സ്വഹാബിമാർ ഒരു നിമിഷം ഹബീബിനെ കാണുന്നതോടുകൂടെ അള്ളാഹു പരിശുദ്ധമായ
ആ ഹബീബിന്റെ അദ്ദാത്തുശ്ശരീഫ, പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട നഫ്സിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം ഹബീബിന്റെ ചുറ്റുവട്ടത്തുമുള്ളവർക്ക് ഹബീബ് വിതറുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്വഹാബിമാർ അവർ ചെയ്തതിനേക്കാളും എത്ര വലിയ അമല് പിൻഗാമികൾ ചെയ്താലും, എൻ്റെ സ്വഹാബിമാരെക്കാൾ എത്രയോ വലിയ അമലുകൾ അവർക്ക് ശേഷം വരുന്നവർ ചെയ്താലും, എൻ്റെ സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ അമലിനോളം അത് എത്തുകയില്ല എന്ന് ഹബീബായ തങ്ങൾ തന്നെ പറയാൻ കാരണം അതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തുമുണ്ട്, അങ്ങനെ മഹാന്റെ അഥറുണ്ട്. സ്വഹാബിമാരെക്കാളും എത്രയോ ഇബാദത്തുള്ള താബിഈങ്ങളുണ്ട്. എന്നാൽ താബിഈങ്ങളെ, ഉഹദ് മലയോളം വരുന്ന അമല് നിങ്ങൾ ചെയ്താലും സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ അമലിനോളം അതെത്തുകയില്ല. കാരണം സ്വഹാബിമാർക്ക് നബിതങ്ങളിൽ നിന്ന് കിട്ടിയ നൂറ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നൂറ്, ഹബീബായ നബിതങ്ങളുടെ കൂടെ നിൽക്കാൻ റബ്ബ് കടഞ്ഞെടുത്തവർ, അവരെ പോലോത്തവർ ചരിത്രത്തിൽ മുമ്പ് വന്നിട്ടില്ല. അവരെ പോലോത്തവർ ഇനി ചരിത്രത്തിൽ വരികയുമില്ല. അവരാണ് അസ്ഹാബു റസൂലില്ലാഹ്, ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود. സുജൂദ് കൊണ്ട് പ്രകാശം കിട്ടിയവർ, ഹബീബിന്റെ കൂടെ നിന്ന് ഹബീബിന് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. സ്വഹാബികളെ നോക്കി അല്ലാഹു പറയുന്ന വചനങ്ങളാണിത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ അനുയായികളെ ഒരു മധ്യമ സമുദായമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത്. അവർ മധ്യമ സമുദായമാണ്, മിതത്വമുള്ളവരാണ്. അവർ തീവ്ര ആളുകളല്ല, അവർ തീവ്രത കാണിക്കുന്നവരല്ല, അവർ മിതത്വവും പക്വതയും കാണിക്കുന്നവരാണ്. മോഡറേറ്റ്സ് എന്ന് പറയുന്നൊരു സ്വഭാവം, എക്സ്ട്രീമുകളല്ല, അത് വേണ്ട, അത് അപകടമാണ്. തീവ്രമായ നിലപാടുകൾ. സ്വഹാബിമാരെ കുറിച്ച് നബി തങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നത് ഉമ്മതൻ വസതാ ലിതകൂനു ശുഹദാഅ അലന്നാസ്. എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നിബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ, അവരുടെ സമുദായത്തോട് അല്ലാഹു നിങ്ങൾക്ക് ഞാനൊരു നബിയെ അയച്ചിരുന്നില്ലേ, എൻ്റെ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് സാക്ഷി പറയാൻ, അവർക്കെതിരെ സാക്ഷി പറയാൻ അല്ലാഹു നിർണയിക്കുന്നത് ഹബീബായ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെയുമാണ്. ഖുർആൻ പറയുന്നു, നോക്കൂ, وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. നിങ്ങൾ സ്വഹാബികളെ ജനങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുന്നവരാണ്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ ഉദൂലാണ്, സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബിമാരും മുഴുവനും സത്യസന്ധരാണ്. അവരിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഗവേഷണത്തിന് പോലും സ്കോപ്പില്ല എന്ന് ജർഹ് തഅദീലിന്റെ ഇമാമിയങ്ങൾ പറയാൻ കാരണം ഈ ആയത്താണ്. ശുഹദാഉ അലന്നാസ് ലിതകൂനു ശുഹദാഅ അലന്നാസ്. അവര് സത്യസന്ധരാണ് എന്ന് അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലയോ, അല്ലാഹു തെരഞ്ഞെടുത്തവരല്ലേ. അതുകൊണ്ട് ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ ഹദീസ് പണ്ഡിതൻ ആരിൽ നിന്ന് കേട്ടു, അവരാരിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന സനദ്, റിപ്പോർട്ടർമാർ, അവരെ പരിശോധിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. അതിനാണ് ഇൽമുൽ ജർഹ് വ തഅദീൽ എന്ന് പറയാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ അതിലെ ഏറ്റവും അധികായരായ
മഹാന്മാരായ ഇമാമിങ്ങളാണ്. ഹാഫിദ് ഇബ്ൻ ഹജർ, അഹ്മദ് ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി, വേറെയും ഇമാമികൾ ഒരുപാട് അതിനുശേഷം കടന്നു വന്നു. അപ്പോൾ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ, ഇവരൊക്കെ സ്വഹാബിമാർ വരെ ഗവേഷണം നടത്തും. സ്വഹാബിമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നുണ പറഞ്ഞവരാണോ അല്ലയോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ ചർച്ചയില്ല. കാരണം ലിഅന്നല്ലാഹ അദലഹും, അവർ സത്യസന്ധരാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ്. സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ്, മുഴുവനും സത്യസന്ധരാണ്. അവരിൽ ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അവരാണ് സ്വഹാബിമാർ. അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ കഴിഞ്ഞു പോയത് അല്ലാഹു ചെയ്ത് എത്ര വലിയ സൗഭാഗ്യമാണ്. സ്വഹാബിയായ ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ആയിദ് ബിൻ ഉമർ എന്ന് പറയുന്ന ഒരു സ്വഹാബി, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ഉബൈദുല്ലാഹി ബിൻ സിയാദ് ഒരൽപ്പം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ഐബുനൈ, ഈ സ്വഹാബി ആയിദ് ബിൻ ഉമർ എന്നവരെ ഈ ഭരണാധികാരിയോട് ഉബൈദുല്ലാഹി ബിൻ സിയാദിനോട് പറയുന്നു, ഐബുനയ്യ, പൊന്നുമോനെ, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്ന ശർറൽ റിആ അൽ ഹതമ, ഭരണാധികാരികളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ അൽ ഹതമ, ജനങ്ങളെ അടിച്ചൊതുക്കുന്നവരാണ്. ഫഇയ്യാക അൻ തകൂന മിൻഹും ഉബൈദുല്ലാഹ്, നീ അത്തരം ഭരണാധികാരികളിൽ പെട്ടുപോകരുത്, ജനങ്ങളെ അടിച്ചമർത്തരുത്. ഇന്ന ശർറർ റിആഇ ഇലല്ലാഹ്, ഇന്ന ശർറർ റിആഇ അൽ ഹതമ. ഈ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അഹങ്കാരിയാണ്. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറഞ്ഞു, ഇജ്ലിസ്, ആയിദ ഇവിടെ ഇരിക്കൂ. ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ അനുയായികളായ സ്വഹാബിമാരിലെ ഏറ്റവും ചെറിയ പൊടിയല്ലേ നിങ്ങൾ എന്ന് ആ സ്വഹാബിയുടെ മഹത്വം ഇടിച്ചു താഴ്ത്തിയപ്പോ ആയിദ് ബിൻ ഉമർ എന്നവരെ പറഞ്ഞു. ഫഖാല സ്വഹാബി, അവരുടെ മറുപടി വന്നു, വഹൽ കാനത് ലഹും നുഖാല ഇന്നമാ കാനത്തിൻ നുഖാലതു ബഅദഹും വഫീ ഗൈരിഹിം. സ്വഹാബികളിൽ അങ്ങനെ പൊടിയാണ്, അതിലെ തെരവാണ് എന്നൊക്കെ പറയാൻ സ്വഹാബികളിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവരുണ്ടോ? ആ ഒഴിവാക്കപ്പെടേണ്ടവർ, അല്ലെങ്കിൽ അത്ര ബഹുമാനമില്ലാത്തവർ സ്വഹാബികൾക്ക് ശേഷമല്ലേ വന്നത്, സ്വഹാബികൾ അല്ലാത്തവരിലല്ലേ ഉണ്ടായത് എന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരിൽ ആരെയും ചെറുതായി കാണരുത്, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. സ്വഹാബിയാണോ അവർക്കാണ് റളിയല്ലാഹു അൻഹും എന്ന് പറയാം. സ്വഹാബികൾക്ക് ശേഷം വരുന്നവരെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. സ്വഹാബിമാരെ അല്ലാഹു തർളീത്ത് ചൊല്ലി റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഇത് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹസനുൽ ബസ്രി തങ്ങൾ താബിഈയാണല്ലോ. മഹാനവറുകളോട് അവിടുത്തെ താബിഈങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുമായിരുന്നു ഹസനുൽ ബസ്രി തങ്ങളോട്, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് ഹസനുൽ ബസ്രി തങ്ങൾ. അഖ്ബിർനാ അൻ സിഫതി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ സ്വഹാബിമാരെ കുറിച്ച് ഹസനുൽ ബസ്രി തങ്ങളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. അവർ ജനിച്ചത് ബസ്രയിലാണ്, ഇറാഖിലാണ്, പക്ഷെ വളർന്നതും പഠിച്ചതൊക്കെ മദീനത്താണ്. അഹ്ലു ബൈത്തിന്റെ കൂടെയാ, സൗജാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് ഹസനുൽ ബസ്രി തങ്ങൾ ആധികാരികമായി സ്വഹാബികളെ കുറിച്ച് പറയാൻ അധികാരമുള്ള മഹാന് കൂടിയാണ്. അവർക്കതിന് പരിചയമുണ്ട്, സ്വഹാബിമാരുമായി ഇടപെട്ട് ജീവിച്ച മഹാനാണ്. ഫബക്കാ, സ്വഹാബിമാർ എങ്ങനെയായിരുന്നു എന്ന് ഹസനുൽ ബസ്രിയോട് ചോദിക്കുമ്പോ ഫബക്കാ, മഹാനവറുകൾ കരയാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് ഹസനുൽ ബസ്രി തങ്ങൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, ളഹറത് മിൻഹും അലാമാതുൽ ഖൈരി ഫിസ്സിമായി വസ്സംതി വൽഹദി വസ്സുദ്ഖ്, സത്യസന്ധതയും സന്മാർഗവും മാന്യമായ സ്വഭാവവും നന്മയുടെ അടയാളങ്ങളും അള്ളാഹു കാണിച്ചു തന്നവരാണ് സ്വഹാബിമാർ.
വഖുശൂനതു മലാബിസിഹിം ബിൽ ഇഖ്തിസാദ്, അവര് വളരെ പരുപരുത്ത വസ്ത്രം ധരിച്ചവരാണ്, ജീവിതത്തിൽ മിതത്വം പാലിച്ചവരാണ്. വമംശാഹും ബിത്തവാദു, വിനയത്തോടെ നടന്നവരാണവർ. വമൻതിഖുഹും ബിൽ അമൽ വമത്അമുഹും വമശ്റബുഹും ബിത്വീബി മിനർ റിസ്ഖ്, ഏറ്റവും നല്ല ഹലാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം കുടിക്കുകയും കഴിക്കുകയും ചെയ്തവർ, കർമ്മങ്ങളെ കൊണ്ട് സംസാരിച്ചവർ. വഖുദൂഉഹും ബിത്വാഅതി ലിറബ്ബിഹിം, അല്ലാഹുവിന് അങ്ങേയറ്റം വിധേയത്വം കാണിച്ചവർ. വസ്തിഖാദതിഹിം ലിൽ ഹഖ് ഫീമാ ഹബ്ബു വകരിഹു, അവർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടത്തിന് ജീവിച്ചവർ. ഇങ്ങനെയാണ് ഹസനുൽ ബസ്രി തങ്ങൾ സ്വഹാബിമാരെ കുറിച്ച് പറയുന്നത്. താബിഈങ്ങളിൽ കറാമത്ത് കാണിച്ച മഹാനായൊരു വലിയുണ്ട്. താബിഈൻ അറിയപ്പെടുന്ന അല്ലാഹുവിൻ്റെ ആബിദും വലിയുമായ മഹാനുണ്ട്, അബൂ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. من أحب أبا بكر فقد أقام الدين. من أحب أبا بكر فقد أقام الدين. صديق رضي الله عنه من أبو بكر صديق رضي الله عنه എന്ന് പറയണേ മുഅ്മിനേ, സ്വഹാബിമാരുടെ പേരുകൾ കുമ്പർ റളിയല്ലാഹു അൻഹു. من أحب أبا بكر فقد أقام الدين. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ ദീനാണ് അവരെ സ്ഥാപിച്ചത്. വമൻ അഹബ്ബ ഉമർ ഫഖദ് ഔളഹ السبيل. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടാൽ നേർമാർഗ്ഗത്തിലാണ് അവർ നിലകൊള്ളുന്നത്. വമൻ അഹബ്ബ ഉസ്മാൻ ഇസ്തനാറ ബിനൂരില്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ അല്ലാഹുവിൻ്റെ പ്രകാശം കിട്ടിയവരാണ്. ومن أحب عليا فقد استمسك بالعروة الوثقى. അലി റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ മുറിയാത്ത കയറ് എന്ന് റബ്ബ് തആല പറഞ്ഞ ദീനിനെയാണ് അവർ മുറുകെ പിടിച്ചത് എന്ന് പറഞ്ഞാൽ സ്വഹാബികളിൽ ആദ്യത്തെ സ്ഥാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. ബിഇജ്മാഇൽ ഉമ്മ, അവിടെ വേറെ അഭിപ്രായങ്ങൾ പോലുമില്ല. രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, രണ്ടാമത്തെ മഹത്വമുള്ള മഹാൻ. മൂന്നാമത്തേത് ഉസ്മാൻ തങ്ങൾ, നാലാമത്തേത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും വറിദ്വാനുല്ലാഹി അൻഹും അജ്മഈൻ. ഈ ഒരു ലാഡർ, അങ്ങനെ ഒരു നിരയുണ്ട് സ്വഹാബത്തിന്. അത് കഴിഞ്ഞാൽ അശ്റത്തുൽ മുബശ്ശരീങ്ങൾ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, അസ്വാജു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖാലൽ ഹുസ്നാ ഫി അസ്ഹാബി റസൂലില്ലാഹി ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. അയ്യൂബ് സഖ്തിയാനി എന്ന കറാമത്തുകൾ മക്കയിൽ വെച്ച് കാണിച്ചു കൊടുത്ത മഹാനാണത്. കറാമത്ത് കാണണോ എന്ന് ചോദിച്ചിട്ട് കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാനാണ്. നമ്മുടെ ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ കറാമത്തുണ്ടോ? ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് ഹജ്ജിന് വന്നപ്പോഴേ ഈ പാറയിൽ നിന്ന്, മക്കയിലെ ഒരു പാറ കാണിച്ചിട്ട് ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം കാണിച്ചു തരണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ദാഹിച്ചു നിൽക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞു, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് റബ്ബ് തആല കൊടുക്കുന്നൊരു കറാമത്തുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. മുഅ്ജിസത്തൊക്കെ അവർക്കറിയാം. കൂടെ പോയ ചില ആളുകൾക്ക് കറാമത്തിനെ സംശയം ഉണ്ടായിരുന്നു. മക്കയിൽ ആ വലിയൊരു പാറയിൽ ഇങ്ങനെ കൈവച്ച് പിടിച്ചിട്ട് കൈയെടുത്തപ്പോൾ അതിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി. മഹാൻ പറഞ്ഞു, കുടിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം എടുത്തു വെച്ചോളൂ. അവർ തോൽപാത്രങ്ങളിൽ വെള്ളമെടുത്തു, അവർ കുടിച്ചു. കുറേ ആൾ ഒതുവെടുത്തു, മതിയല്ലോ, അവിടെ തന്നെ വിരൽ വെച്ചു. ആ വെള്ളം നിലക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മരണശേഷമല്ലാതെ ഇത് നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. അങ്ങനത്തെ മഹാനാണ് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം മാലിക് എന്നവർ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട് അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന്. അതിനെ സംബന്ധിച്ച് ഇമാം മാലിക് എന്നവർ തന്നെ പറയുന്നുണ്ട്. മഹാൻ്റെ മുഅത്തയിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനവറുകൾ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി റസൂലുള്ളാഹി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്ന കരച്ചിൽ കണ്ടതിന് ശേഷമാണ് അവർ ഹജ്ജിന് വന്നപ്പോൾ, ഹജ്ജതൈൻ കുൻതു അർമുഖുഹു, 2 തവണ ഹജ്ജിന് വന്നപ്പോഴും ഇമാം മാലിക് എന്നവർക്കറിയാം, ഹദീസ് അറിയുന്ന ആളാണ് അയ്യൂബ് സഖ്തിയാനി. പക്ഷേ ഹദീസ് മഹാനിൽ നിന്ന് സ്വീകരിക്കണോ വേണ്ടയോ, അതിന് മഹാനായ മാലിക് എന്നവർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത നിബന്ധന, റസൂലുള്ളാഹി തങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടോ. ഇതാ നോക്കിയത്, റസൂലുള്ളാഹി തങ്ങളോട് ഖൽബിൽ മഹബ്ബത്തുണ്ടോ. ഖൽബിൽ മഹബ്ബത്തുണ്ടെങ്കിൽ അത് വാക്കുകളിൽ വരണം, അത് പ്രവർത്തനങ്ങളിൽ കാണണം.
فكلما ذكر رسول الله صلى الله عليه وسلم أجحش بالبكاء حتى أرحمه. മക്കയിൽ വെച്ച് മസ്ജിദ് നബവിയിൽ ഹലക്കകൾ ഉണ്ടാകും, ദർസിൻ്റെ ഹലക്കകൾ. ആ ഹലക്കകളിൽ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പോയിരിക്കും. വലിയ മഹാനാണ്, വലിയ ആലിമാണ്, അതിനൊന്നും ഒരു അഹങ്കാരം അവർക്കില്ല. അവരെക്കാളും ഇൽമ് കുറഞ്ഞ ആളുകളായിരിക്കും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടാവുക, പക്ഷെ അവരുടെ പോയിരിക്കും. അത് നമ്മുടെ ഉസ്താദുമാരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ സദസ്സിൽ വേദിയിൽ ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്. അവരിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാനൊന്നല്ല അവർ വന്നിരിക്കുന്നത്, ഇൽമിൻ്റെ മജ്ലിസിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അറിവുള്ള ആളുകൾ ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുന്നത് ആ മജ്ലിസിൻ്റെ പുണ്യം കിട്ടാനാണ്, അറിവ് പഠിക്കാനാവണമെന്നില്ല. കാരണം അവർക്കറിയുന്ന പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടെ ആ ഒരു അനുഭവം നോക്കൂ. പുണ്യനിബിതങ്ങളെക്കുറിച്ച് പറയപ്പെടുമ്പോൾ പൊട്ടി പൊട്ടി കരയും. ആ കരച്ചിൽ കണ്ടതിന് ശേഷമാണ് ഇമാം മാലിക് എന്നവർ അവരിൽ നിന്ന് ഹദീത്ത് രേഖപ്പെടുത്തിയത് എന്ന് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറയുന്നുണ്ട്. അതാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. മഹാനവർ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബിമാർ വമൻ ഖാലൽ ഹുസ്ന ഫി അസ്ഹാബി റസൂലില്ലാഹി ഫഖദ് ബരിഅ മിനൻ നിഫാഖ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ആരെങ്കിലും കണ്ടാൽ അവര് കപടവിശ്വാസിയല്ല എന്ന് ഉറപ്പിച്ചോളൂ. അവർക്ക് നിഫാഖ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയെ ചെറുതായി കാണുകയോ ഏതെങ്കിലും ഒരു സ്വഹാബിയെ ഇകഴ്ത്തുകയോ അവർക്ക് തെറ്റുപറ്റിയെന്നോ പറയുകയാണെങ്കിൽ ഗൗരവമാണ്, നിഫാഖ് കടന്നുകൂടുമെന്ന് അൽ ആലിമുർ റബ്ബാനി മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം തുഹാവി തങ്ങളുടെ അഖീദയുണ്ട്, അഖീദത്തുൽ മശ്ഹൂറ. മഹാനായ ഇമാം തുഹാവി തങ്ങൾ പറയുന്നു, നുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരെ മുഴുവനും നമ്മൾ സ്നേഹിക്കുകയാണ്. വലാ നുഫർരിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു നയമുണ്ട്, ആ നയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും മുമ്പിലാണ് അലിയാര് തങ്ങളെന്ന് വിശ്വസിക്കുന്നവരാണ് ശിആ വിശ്വാസികൾ. അവർ ബിദ്അത്തും പിഴച്ച വാദക്കാരുമാണെന്ന് ഈ ഉമ്മത്തിൻ്റെ ഇജ്മാഉണ്ട്. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട സ്ഥാനം സിദ്ദീഖ് എന്നവർക്ക് കൊടുക്കാതെ അത് അലിയാര് തങ്ങൾക്ക് കൊടുത്തത്. വലാ നുഫർരിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും വനുബഗിദു മൻ യുബഗിദുഹും വബിഗൈരിൽ ഖൈരി യദ്കുറുഹും. സ്വഹാബിമാരെ പറ്റി ആരാണോ മോശമായി പറയുന്നത്, ആരാണോ സ്വഹാബിമാരോട് ദേഷ്യപ്പെടുന്നത്, അവരോട് നമ്മൾ ദേഷ്യപ്പെടും. വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ, അവരേറ്റവും നല്ലവരാണെന്ന് മാത്രമേ നമ്മൾ പറയൂ. വഹുബ്ബുഹും ദീൻ വഈമാനുൻ വഇഹ്സാൻ. സ്വഹാബിമാരെ സ്നേഹിക്കലാണ് ദീന്, അവരെ സ്നേഹിക്കലാണ് ഈമാൻ, അവരെ സ്നേഹിക്കലാണ് ഇഹ്സാൻ. വബുഗ്ദുഹും കുഫ്റുൻ വനിഫാഖും വതുഗ്യാൻ. അതുകൊണ്ടാണ് ചരിത്രങ്ങളിൽ ചില ചരിത്രങ്ങൾ നമ്മൾ പറയാതെ പോകുന്നത്. സുഫീൻ യുദ്ധത്തിന്റെ ചരിത്രമോ ജമൽ യുദ്ധത്തിന്റെ ചരിത്രമോ യസീദ് ഇബ്നു മുആവിയ അവരുമായി ബന്ധപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ ആ മഹാന്മാരുടെ കർബലായുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഹാബിമാർക്ക് ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒരു സ്വഹാബിയോട് ഒരൽപ്പമെങ്കിലും വെറുപ്പ് അവിടെ ഉണ്ടാകുന്ന അവസ്ഥ വന്നു പോകുമോ എന്ന് പേടിക്കുന്നത് കൊണ്ടാണ് ആലിമീങ്ങൾ പോലും അത് പറയുമ്പോൾ ആ ചരിത്രങ്ങൾ സ്പർശിക്കാതെ പോകുന്നത്. എന്തിന്? നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ. ആ വിഷയം അറിയേണ്ട പഠിക്കേണ്ട മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർ ഗുരുനാഥന്മാർ അതർഹിക്കുന്ന വിധം പറഞ്ഞു കൊടുക്കും. എന്നാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് ഗൗരവത്തോടെ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് പൊതുജനങ്ങളോട് വഅദ് പറയുന്നവരാരും ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയേ സൂചിപ്പിക്കൂ. പൂർണ്ണമായും ആ ചരിത്രം ഒരുപക്ഷെ വഅദിൽ പോലും കേൾക്കുക സാധ്യമല്ല. എന്നാൽ ആ സ്വഹാബിമാർ അവര് ഇജ്തിഹാദ് ചെയ്തവരാണ്. അവരിൽ ഒരു വിഭാഗത്തിന് ശരി കിട്ടി, വേറൊരു വിഭാഗം ഇജ്തിഹാദ് ചെയ്തു, അവരുടെ ഇജ്തിഹാദ് പിഴച്ചിട്ടുണ്ട്. എന്നാൽ പിഴച്ചവർക്ക് ഒരു കൂലിയും ശരി കിട്ടിയവർക്ക് 2 കൂലിയും. അങ്ങനെയാണ് സ്വഹാബിമാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, മിനസ് സുന്നത്തിൽ വാദിഹ അസ്സാബിതത്തിൽ ബയ്യിന അൽ മഅറൂഫ ذكر محاسن أصحاب رسول الله صلى الله عليه وسلم أجمعين.
എല്ലാ സ്വഹാബിമാരെ കുറിച്ചും നല്ലത് മാത്രം പറയുക എന്നതാണ് ദീനിന്റെ ഏറ്റവും വ്യക്തമായ ശരിയായ സുന്നത്ത്. വൽകഫു അൻ ദിക്രി മാ ശജറ ബൈനഹും, സ്വഹാബിമാർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ പറയാതിരിക്കലാണ് ഈമാൻ. അതാണ് ആ വിഷയം നമ്മൾ നമുക്ക് അറിയേണ്ട വല്ല ഇൽമും അതിലുണ്ടെങ്കിൽ നമ്മൾ പറയണം. പക്ഷേ അതൊരു സംഭവിച്ചു പോയതാണ്. അതിൽ നിന്ന് നമുക്കെന്തെങ്കിലും പാഠമുണ്ടോ അത് ഉൾക്കൊള്ളാം. അതിനപ്പുറം അത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് ചർച്ച പോലും ചെയ്യരുത് എന്ന് പറഞ്ഞത് ആരാന്നറിയോ? മുജ്തഹിദായ ലഇമ്മത്തിൽ മുജ്തഹിദീൻ എന്നപ്പെടുന്ന ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഫമൻ സബ്ബ അസ്ഹാബ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരെ ആരെങ്കിലും ചീത്ത പറയുകയോ, ഔ അഹദം മിൻഹും, എല്ലാരും എന്നല്ല ഒരാളെയെങ്കിലും ഒരാളെ ചീത്ത പറഞ്ഞാൽ, ഔ തനഖസഹും ഔ തഅന ഫീഹിം, സ്വഹാബികളെ ചെറുതായി കാണുകയോ, അവരൊന്നും നിസ്സാരന്മാർ എന്ന രീതിയിൽ പറയുകയോ, ഔ തഅന ഫീഹിം, ഒരു സ്വഹാബിക്ക് കുഴപ്പമുണ്ട്, അദ്ദേഹം ചെയ്ത് ശരിയല്ല എന്നോ, ഔ അറള ബിഐബിഹിം, ഒരു സ്വഹാബിയുടെ ഏതെങ്കിലും ഒരു ഐബെടുത്ത് പറയുകയോ ചെയ്താൽ, ഔ ആബ അഹദം മിൻഹും, സ്വഹാബികളിൽ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാൽ, ഫഹുവ മുബ്തദിഉൻ ഖബീഥുൻ മുഖാലിഫുൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ. ഒരു സ്വഹാബിയെ ചെറുതായി കാണുകയോ താഴ്ത്തി കെട്ടുകയോ ചെയ്താൽ അവർ മോശപ്പെട്ടവരാണ്, മുബ്തദിആണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധനാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ, അവരുടെ ഒരു അമൽ പോലും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ബൽ ഹുബ്ബുഹും സുന്നഹ്, അവരെ സ്നേഹിക്കുന്നത് സുന്നത്താണ്. വദ്ദുആഉ ലഹും ഖുർബഹ് റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നത് ഇബാദത്താണ്. വൽ ഇഖ്തിദാഉ ബിഹിം വസീല, അവരെ പിൻപറ്റി ജീവിക്കുന്നത് വസീലയാണ് റബ്ബിലേക്ക് എത്താനുള്ള. വല്ലഖ്ദു ബിആസാരിഹിം ഫളീല, സ്വഹാബിമാരുടെ അസർ പിൻപറ്റുന്നത് ഫളീലത്തുൻ, ഏറ്റവും പുണ്യമായ അമലാണ്. വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ഹബീബായ നബി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളത് അബൂബക്കറിന് സിദ്ദീഖ്. ചൊല്ലിക്കോളൂ റളിയല്ലാഹു അൻഹു. വഉമറുൻ ബഅദ അബീ ബക്കറിൻ, ഉമർ തങ്ങൾ കഴിഞ്ഞാൽ, അബൂബക്കർ എന്നവർ കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വഉസ്മാൻ ബഅദ ഉമർ, ഉമർ തങ്ങൾ കഴിഞ്ഞാൽ ഉസ്മാൻ എന്നവർ. വഅലിയുൻ ബഅദ ഉസ്മാൻ, ഉസ്മാൻ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അലിയാർ. വഹും ഖുലഫാഉൻ റാഷിദൂന മഹ്ദിയൂൻ ലാ യജൂസു ലിഅഹദിൻ അൻ യദ്കുറ ശൈഅൻ മിൻ മസാവീഹിം, അവരെ സംബന്ധിച്ച് ഒരു കുറ്റം പോലും പറയാൻ ആർക്കും ജായിസല്ല. വലാ യതുഅനു വലാ അഹദിൻ മിൻഹും ബിഐബിൻ ഔ നഖ്സിൻ, ഒരു കുറ്റമോ കുറവോ അവരെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വജബ അല സുൽത്താനി തഅദീബുഹു വഉഖൂബതുഹു, അവിടെ ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിൽ ഒരു സ്വഹാബിയെ ചീത്ത പറഞ്ഞാൽ അയാളെ ജയിലിൽ അടക്കുകയും ശിക്ഷിക്കുകയും വേണം. മര്യാദ പഠിപ്പിക്കൽ ഭരണാധികാരിക്ക് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് പണ്ഡിത ലോകത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഉലമാഉ അഹ്ലുസുന്നയുടെ നേതാവ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ബിദ്അത്ത് വന്ന കാലം ബിദ്അത്തിനെതിരെ പടപൊരുതിയ മഹാൻ. വസഹ വമാ സഹ ഫീമാ ജറാ ബൈനഹും മിൻ ഖിലാഫ് ഫഹും ഫീഹി മുജ്തഹിദൂൻ, അവർക്കിടയിൽ വന്ന അഭിപ്രായ വ്യത്യാസം അവർ ഇജ്തിഹാദ് ചെയ്തവരാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ നന്മയെ കണ്ടെത്താനുള്ള പരിശ്രമമെന്ന് മലയാളത്തിൽ ചെറുതായി പറയാം. അത് ഫിഖഹിന്റെ ഒരു ഇസ്തിലാഹാണ്. അവർ മുജ്തഹിദീങ്ങളാണ്. ഇമ്മാ മുസീബൂൻ, ഒന്നുകിൽ അവർക്ക് സത്യം ബോധ്യപ്പെട്ടു, വലഹും അജ്റുൽ ഇജ്തിഹാദി വ അജ്റുൽ ഇസ്വാബ, നന്മ കിട്ടിയതിന്റെ കൂലിയും ആ പരിശ്രമം ചെയ്തതിന്റെ കൂലിയും അവർക്ക് കിട്ടും. ഇമ്മാ മുഖ്തിഊൻ, ഒരുപക്ഷേ സ്വഹാബിമാർക്ക് അതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം. വലഹും അജ്റുൽ ഇജ്തിഹാദി, ഇജ്തിഹാദ് ചെയ്തതിന്റെ കൂലിയുണ്ടവർക്ക്. വഖതഉഹും മഗ്ഫൂർ, അവർക്ക് സംഭവിച്ച പിഴവ് അല്ലാഹു പുറത്തു കൊടുക്കും.
വലാകിൻ മാ അക്തറ സവാബഹും ബിന്നിസ്ബതി ലിസവാബി ഗൈരിഹിം, മറ്റുള്ളവരെക്കാളും അവർ ചെയ്ത നന്മകൾ എത്ര കൂടുതലാണ്, മറ്റുള്ളവരെക്കാളും അവരുടെ പിഴവ് എത്ര കുറവാണ് എന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്വഹാബിമാരെ സംബന്ധിച്ച് പറയാം. അങ്ങനെ വരികയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ആരാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാർ ആരാണ്, അത് കഴിഞ്ഞാൽ അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്വം എത്രയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെയോ അവന്റെ റസൂലിനെയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികളെയോ സ്വഹാബിമാരെയോ ചെറുതായി കാണുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്ത് സംസാരിക്കുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ അബൂ സുർഅ റളിയല്ലാഹു തആല അൻ മഹാനവർ പറയുമായിരുന്നു, അബൂ സുർഅത്തുർ റാസി എന്നറിയപ്പെടുക, ഇദാ റഅയ്ത റജുല യൻതഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ് ഫഅലം അന്നഹു സിന്ദീഖ്. ഹബീബായ നബിയുടെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് ആരെങ്കിലും ചെറുതാക്കി പറയുന്നത് കണ്ടാൽ അറിയണം, ഫഹുവ സിന്ദീഖ്, അവൻ യുക്തിവാദിയാണ് എന്ന് പറയണം. വദാലിക അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദനാ ഹഖ്ഖുൻ, കാരണം ഹബീബായ നബി സത്യസന്ധനായ നബിയാണ്. വൽ ഖുർആനു ഹഖ്ഖുൻ, ഖുർആൻ സത്യമാണ്. വഇന്നമാ അദ്ദാ ഇലൈനാ ഹാദൽ ഖുർആൻ വസ്സുനൻ, ഹബീബിന്റെ സുന്നത്തും പരിശുദ്ധ ഖുർആനും നമ്മളിലേക്ക് കൈമാറിയത് അസ്ഹാബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളാണ്. അങ്ങനെ സ്വഹാബിമാര് മോശപ്പെട്ടവരാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിയ ഖുർആനും ഹദീസും തെറ്റാണ് എന്ന് വരുത്താനാണ് അവരാ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർ യുക്തിവാദികളോ ഇസ്ലാം എന്ന് പുറത്തു പോയവരോ ആണ് എന്ന് സ്വഹാബിമാരെ ചീത്ത പറയുന്നവരെ കുറിച്ച് മഹാനായ അല്ലാമ അബൂ സുർഅത്തുർ റാസി റഹ്മത്തുള്ളാഹി തആല അലൈഹി, സ്വഹാബിമാർ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അവരുടെ വാക്കുകൾക്കനുസരിച്ച് എത്രയോ ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ നബി തങ്ങളുടെ ഭാര്യമാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾക്ക് ഭാര്യമാരുമായി വിട്ടു നിൽക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ മഹാനായ ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട്, അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറം മിൻകുൻ, പെണ്ണുങ്ങളെ ദാരിദ്ര്യമാണ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ അല്ലാഹു ഹബീബിന് പകരം കൊടുക്കും. ഇതാര് പറഞ്ഞതാ? ഉമർ തങ്ങളുടെ വാക്കാണ്. അസാ റബ്ബുഹു അൻ യുബ്ദിലഹു ഖൈറൻ മിൻകുന്ന. ഉമർ തങ്ങളുടെ മോളക്കൂട്ടത്തിലുണ്ട് ഹഫ്സ ബീവി. ഹഫ്സ, നിങ്ങളെക്കാളും ഖൈറായവരെ, നബി തങ്ങളെങ്ങാനും നിങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ അല്ലാഹു ഹബീബിന് പകരം കൊടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു സൂചിപ്പിക്കുകയാണ്. സൂറത്തു തഹ്രീമിലെ ആയത്ത് ഇതാണ്, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുൻ عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. عسى ربه, ഒരുപക്ഷേ അല്ലാഹു ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ നബി തങ്ങളെങ്ങാനും ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ, നിങ്ങളെക്കാളും ഖൈറായവരെ ഹബീബിന് അല്ലാഹു പകരം കൊടുത്തേക്കും. എന്താ വിഷയം എന്നറിയോ? ഹബീബായ ഞങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. വീട്ടിൽ റേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല, അരിയില്ല, ഗോതമ്പില്ല. മാസങ്ങളോളം വേവിച്ച് തിന്നുന്ന സാധനം ഹബീബിൻ്റെ വീട്ടിലില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഫമാ യുഈശുക്കും, പിന്നെ എങ്ങനെ ഞങ്ങളൊക്കെ ജീവിച്ചത്? ഇന്നമാ ഹുവൽ അസ്വദാൻ, വെള്ളവും ഈത്തപ്പഴവും, ഇത് തിന്നിട്ട് ജീവിക്കും, അത്ര തന്നെ. ഈത്തപ്പഴം എന്ന് പറയുകയാണെങ്കിലോ ഒരു ഈത്തപ്പഴം ഒരു ദിവസം ഒന്ന്, അത്രയൊക്കെ കിട്ടും. അങ്ങനെ ജീവിച്ച ജീവിതമായിരുന്നു ഹബീബിൻ്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുക്തിവാദി, ഒരു മലയാളി യുക്തിവാദി ചോദിക്കുന്നത് ഒരു ചെറിയ ക്ലിപ്പ് കണ്ടു. നിങ്ങൾ ജീവിക്കാൻ തങ്ങൾക്ക് എന്ത് വരുമാനം, നബി തങ്ങൾക്ക് വരുമാനം ഉണ്ടാവാൻ എന്താ ചെയ്തത്? ആ പണി തന്നെ ഞാനും ചെയ്യണത് എന്നാണ് ഈ മലയാളി മുസ്ലിം യുക്തിവാദി അയാൾ പറയുന്നത്. വാക്കിൻ്റെ പൊരുളതാണ്. അയാൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട് മേച്ചു നടന്നിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്.
നുബുവത്ത് കിട്ടിയിടം മുതൽ നബി തങ്ങളുടെ ജീവിതം പട്ടിണിയുടെ ജീവിതമായിരുന്നു. നബി തങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. നബി തങ്ങൾ മുതലാളിയായിട്ടുണ്ടോ എന്ന് വെച്ചാൽ തങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? തങ്ങളുടെ വീടും തങ്ങളുടെ മുംചലക്കാച്ചും തങ്ങൾക്ക് എന്താണോ കയ്യിലുണ്ടായിരുന്നത് ഇതൊക്കെ ഹദീസ് നോക്കിയാൽ മനസ്സിലായി. ഇയാൾ വിചാരിക്കണം എന്താ വെച്ചാൽ നബി തങ്ങൾ കോടീശ്വരനായി ജീവിച്ചു എന്നാണ് ഈ സാധു ഇസ്ലാം പഠിക്കാത്ത ഈ മനുഷ്യൻ പറയുന്നത്. തങ്ങൾ പട്ടിണിയിലായിരുന്നു, അതറിയണം. തങ്ങൾക്ക് ഭക്ഷണം കിട്ടിയാൽ ഇല്ലെങ്കിൽ നിരന്തരം നോമ്പ് നോറ്റിരുന്നു റസൂലുള്ളാഹി തങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തത്? അയാൾ വിചാരിക്കുന്നു നബി തങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു, സ്വഹാബികൾക്കിടയിൽ എന്നും നല്ല നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കായിരുന്നു. അല്ലല്ലോ, തങ്ങൾ പട്ടിണിയിലായിരുന്നു. തങ്ങൾ പട്ടിണി കിടന്ന ആളാണ്. അത് നിങ്ങൾ തയ്യാറുണ്ടോ? തങ്ങൾ ചെയ്ത പണി ചെയ്യാൻ തയ്യാറാണെങ്കിൽ? ഹബീബ് ദഅവത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആ ദഅവത്തിനിടയിൽ എന്തെങ്കിലും എവിടെന്നെങ്കിലും നബി തങ്ങൾക്ക് ദാനമായി വല്ലവരും കൊടുത്താൽ കഴിക്കും. ഇല്ലേ, രാവിലെ മുതൽ തങ്ങൾ പട്ടിണിയാ. തങ്ങൾ അന്ന് സുന്നത്ത് നോമ്പെടുക്കും. അന സ്വാഇം, നമ്മൾ നോമ്പ് മുറിക്കും ഇഫ്താർ നേരം. ആ നേരത്ത് പോലും നോമ്പ് മുറിക്കാതെ നബി തങ്ങൾ മുവാസലത്ത് ചെയ്തിട്ടുണ്ട്. വിസ്വാൽ എന്ന് പറയും, നമുക്കത് ചെയ്യാൻ പാടില്ല. പക്ഷെ നബി തങ്ങൾ ഇന്നമാ യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, എൻ്റെ റബ്ബ് എനിക്ക് അറിവ് കൊണ്ട് ഭക്ഷണം തരുന്നുണ്ട് എന്ന് തങ്ങൾ പറയാറുണ്ട്. തങ്ങൾക്ക് അപ്പോഴും ഭക്ഷണം കിട്ടിയിട്ടില്ല, പട്ടിണിയാണ്. തങ്ങളുടെ ഭാര്യമാർ സമരം ചെയ്തു എന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ അവർ പറഞ്ഞു, നബിയേ ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. അപ്പോഴാണ് നബി തങ്ങളുടെ തീരുമാനം വരുന്നത്, എൻ്റെ ഭാര്യമാരെ എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഈ പട്ടിണി സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് ഭൗതികമായ സൗകര്യങ്ങൾ വേണമെന്നുണ്ടോ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കല്യാണം കഴിച്ചോളൂ. ആ സാഹചര്യമാണ് ഈ സൂറത്തു തഹരീമിലെ ആയത്ത് പറയുന്നത്. അപ്പോൾ തങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് ചോദിച്ച് കളിയാക്കുന്നവൻ അറിയണം, നബി തങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ച ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പട്ടിണി കിടന്ന് ജീവിച്ച ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സ് ശഈരിൻ യൗമൈൻ, 2 ദിവസം വയറ് നിറച്ച് ബാർലി. അന്ന് ബാർലി എന്ന് പറയുന്നത് ഗോതമ്പിനേക്കാളും താഴ്ന്ന ഭക്ഷണമായിട്ട് അവരെന്ന് മനസ്സിലാക്കുക. തങ്ങൾക്ക് നബി തങ്ങൾ ഖുബ്സ് തിന്നിട്ട് വയറ് നിറയെ ഖുബ്സ് തിന്നാൻ 2 ദിവസം ഒരുമിച്ച് ജീവിതത്തിൽ സാധിച്ചിട്ടില്ലെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 നേരം മുഴുഭക്ഷണം നബി തങ്ങൾ കഴിച്ചിട്ടില്ല. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? രാത്രി ഭക്ഷണമില്ല. രാത്രിയുണ്ടോ? പിറ്റേന്ന് ഉച്ചക്ക് ഭക്ഷണമില്ല. ഇങ്ങനെ ഉച്ചഭക്ഷണവും രാത്രിയും 2 നേരം നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹത്താ ഖബലഹുല്ലാഹ്, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. നബി തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് വഫാത്താകുന്നവരെ 2 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് പൊന്നു യുക്തിവാദി, റസൂലുള്ളാഹി തങ്ങളുടെ മേക്കിട്ട് കയറാൻ വരുന്നതിന് മുമ്പ് ഒന്നറിയണം ആ ജീവിതം എന്തായിരുന്നു എന്ന്. വെറും ഒരു സൈഡ് മാത്രം നോക്കുമ്പോൾ ഏതൊരു കാര്യം എങ്ങനെയാണ്, ഒരാളെയോ ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ നമ്മളങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് വിളിച്ചു പറഞ്ഞാലും നമുക്ക് സന്തോഷമായിരിക്കും, എന്ത് പറഞ്ഞാലും ന്യായീകരണമായിരിക്കും, എന്ത് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരാളോട് നമുക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അയാളോ ആ പ്രസ്ഥാനമോ ആ ആൾക്കൂട്ടമോ ചെയ്യുന്നത് മുഴുവൻ തെറ്റായിരിക്കും. അങ്ങനെയാണ് ചില ആളുകൾ ഇസ്ലാമിനെ മേക്കിട്ട് കയറാൻ വരുന്നത്. അവരറിയണം റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ദൗത്യം ദീനിന്റെ പ്രചാരണം തന്നെയായിരുന്നു, ആരാധനയാണ്, ഇബാദത്താണ്. കാലിൽ നീര് വന്ന് വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഹബീബ നബി തങ്ങൾ ഓടി നടന്നത് മുഴുവനും സത്യവും ധർമ്മവും പഠിപ്പിച്ചു കൊടുക്കാനാ. അതിനിടയിൽ യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. 10 കൊല്ലക്കാലം നബി തങ്ങൾ വിശ്രമിക്കുമെന്ന് നമ്മൾ വിചാരിച്ച കാലമായിരുന്നു മദീന കാലഘട്ടം. ആ മദീന കാലഘട്ടമെന്ന അവസാനത്തെ 10 കൊല്ലം ചെറുതും വലുതുമായ 40 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബിന്റെ അവിടുന്ന് പട്ടിണിയിലാണ്. അവിടുന്ന് വഫാത്താകുമ്പോൾ ആ വീട്ടിൽ ഒരു തോൽപാത്രവും പിന്നെ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിച്ചിരുന്ന ഒരു തോലിൻ്റെ ഒരു വിരിപ്പും, ഇത് 2 സാധനങ്ങളെ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇതറിയണം. ഹബീബായ നബി തങ്ങൾ ആളുകളുടെ കൈ നീട്ടി യാചിച്ച് നബി തങ്ങൾ തടിച്ചു കൊഴുത്തു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല സഹോദര. പഠിക്ക് ഹബീബിന്റെ ജീവിതത്തെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഭാര്യമാർ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മിനിമം ഭക്ഷണം ആ വീട്ടിലില്ല. ആ സമയത്ത് ഇറങ്ങിയ ആയത്താണിത്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. സ്വഹാബിയത്തായ ഹബീബിന്റെ അനുയായികളായ ഭാര്യമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലെങ്ങാനും ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഹബീബിന്റെ കൂടെ പട്ടിണി കിടക്കാൻ തയ്യാറുള്ള നിങ്ങളെക്കാളും ഖൈറായ പെണ്ണുങ്ങളെ ഹബീബിന് ഭാര്യമാരായി കൊടുക്കാൻ അല്ലാഹുവിന് കഴിയും. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, റസൂലേ ഇഖ്തർതുല്ലാഹ വറസൂലാ,
എനിക്ക് അള്ളാന്റെ റസൂല് മതി, എനിക്ക് ഹബീബായ നബി മതി, അള്ളാഹു മതി, ഞാൻ പട്ടിണി കിടന്നോളാം എന്ന് ആദ്യം ഹബീബിന്റെ കൈപിടിച്ച് നബി ഞങ്ങൾക്ക് വാക്ക് കൊടുത്ത മഹദിയാണ് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അസാ റബ്ബുഹു അൻ യുബ്ദിലഹു ഖൈറൻ മിൻകുന്ന എന്ന് ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായി ഇറങ്ങിയിട്ടുണ്ട്. മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവിടുത്തെ കപടവിശ്വാസികൾ പറയാൻ പാടില്ലാത്തൊരു അപരാധം നുണ പറഞ്ഞു പരത്തിയപ്പോ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, പടച്ചവനെ ഇത് വലിയ നുണയാണല്ലോ എന്ന് അബൂ അയ്യൂബുൽ അൻസ്വാരി എന്ന സ്വഹാബി, അവരെ വീട്ടിലാണ് ഹിജറ കഴിഞ്ഞ് നബി ഞങ്ങൾ വന്ന ആദ്യ ദിവസം റസൂലുള്ളാഹി തങ്ങൾ താമസിക്കുന്നത്. ആ മഹാനായ സ്വഹാബിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സൂറത്തുൻ നൂർ എടുത്ത് നോക്കിയാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് പറയുന്ന മഹദി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുന്ന ആയത്തിൽ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് അല്ലാഹു ഉപയോഗിച്ചിരിക്കുന്ന സ്വഹാബിമാർ അവരുടെ വചനങ്ങൾ, ചില വാക്കുകൾ അല്ലാഹു അവന്റെ വിശുദ്ധമായ വചനങ്ങളിലെ ആയത്തുകളായി ഇറക്കുകയാണ്. ഈമാനിന്റെ പ്രതീകങ്ങളല്ലേ അവര്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ഫേസ്ബുക്കുകൾ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഓരോ യുക്തിവാദിയുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഈമാനിന്റെ അടിസ്ഥാന വിഷയങ്ങൾ പോലും കൃത്യമായി അറിയാതെ എന്തൊക്കെയോ വാക്കുകൾ വെച്ച് വ്യാഖ്യാനിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനിടയുണ്ട്, ഈമാൻ ഇളകാനിടയുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളുടേത് വീക്ഷിക്കുന്നവർ ശരിയായും അതിൻ്റെ മറുവശം എന്താണ് എന്നറിയുന്നവരായിരിക്കട്ടെ. ഇല്ലേ സൗകര്യപൂർവ്വം മാറ്റിവെക്കുക, വിവരമുള്ളവരോട് ചോദിച്ചു പഠിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ എത്രയോ വലിയ ഈമാനുള്ളവരാണ്. എന്തുകൊണ്ടെന്നറിയോ? പുണ്യനബി തങ്ങളുടെ വഹീന്റെ സാക്ഷികളാണവർ. വഹി വരുന്നത് കണ്ണിൽ നേരിട്ട് കണ്ടവരാണവർ. വഹീന്റെ നേർസാക്ഷ്യമാണവര്. വഹി ഇറങ്ങുന്നത് അറിഞ്ഞിട്ടുണ്ട്. പുണ്യനബിക്ക് വഹി വരുന്ന രംഗം ഒരു സ്വഹാബിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ, അള്ളാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുമ്പോ ആ വഹി വരുന്ന രംഗം എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഉമറേ, എനിക്കൊന്ന് കാണിച്ചു തരണേ. ഉമർ തങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുമ്പോ ആ വഹീന്റെ രംഗം ഉമർ തങ്ങളോട് പറഞ്ഞ സ്വഹാബി, ആ സ്വഹാബിയോട് ഉമർ തങ്ങൾ വരാൻ പറഞ്ഞു. ഇതാ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുന്നുണ്ട്, കാണണ്ടേ എന്ന് ചോദിച്ചു. കാണണമെന്ന കൗതുകം പറഞ്ഞു. അങ്ങനെ ആ സ്വഹാബിയെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. തആൽ, എന്നിട്ട് വരിൻ. വകശഫൽ ഗിതാ, നബി തങ്ങൾ കിടക്കുന്ന മുറിയുടെ ആ ഒരു വിരിപ്പിങ്ങനെ നീക്കിക്കൊടുത്തു. فإذا بالنبي صلى الله عليه وسلم له غطيت غطيت البكر. ഗതീത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കൂർക്കം വലിക്കാന്നാണ്. ഉറക്കത്തിൽ കൂർക്കം വലിക്കൂലേ? ഒട്ടകം അങ്ങനെ ശബ്ദിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം ഹബീബിന്റെ നെഞ്ചത്ത് നിന്ന് വരുന്നത് ആ സ്വഹാബി കേട്ടു. فإذا بالنبي صلى الله عليه وسلم له غطيت كغطيت البكر. ബക്കർ എന്ന് പറഞ്ഞാൽ ഇബില്, ഒട്ടകം. ഒട്ടകത്തിന്റെ ശബ്ദം പോലോത്തത്, ഒരു കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരാളുടെ കൂർക്കം വലിയോട് സമാനമായൊരു ശബ്ദം പുണ്യനബി തങ്ങൾ കണ്ണടച്ച് കിടക്കുന്ന നേരം വഹി വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഇറക്കിക്കൊണ്ടിരിക്കുന്ന നേരമാണത്. تعلوه الرحضاء يحمر وجهه صلى الله عليه وسلم. ഹബീബായ നബി തങ്ങൾക്ക് നെഞ്ചകം വീർക്കുന്ന പോലെ, ഹബീബായ നബി തങ്ങൾക്ക് ഭാരമുണ്ട്, അവിടുത്തെ മുഖം ഇങ്ങനെ ചുമക്കുന്നുണ്ട്. വയഅറഖു ഹത്താ ഫിശ്ശിതാ, തണുത്ത് വിറക്കുന്ന തണുപ്പാണെങ്കിൽ പോലും വഹി വന്നാൽ നബിതങ്ങൾ വിറക്കുമായിരുന്നു. നബിതങ്ങൾ വിയർക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂടെടുത്ത് വിയർക്കുന്ന പോലെ അതിശൈത്യമാണെങ്കിലും വഹിയുമായി ജിബ്രീൽ തങ്ങൾ വന്നാൽ ഹബീബ് വിയർക്കുമായിരുന്നു.
അറാഹു സിഫത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ നുസൂലിൽ വഹി. വഹി ഇങ്ങനെ ഇറങ്ങുന്ന നേരത്തെ രംഗം ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുണ്യനബി ഏതെങ്കിലും ഒരാളുടെ മടിയിലേക്ക് കാല് വെച്ച് കിടക്കുന്ന സമയത്താണ് ജിബ്രീൽ തങ്ങൾ വരുന്നതെങ്കിൽ തങ്ങളുടെ കാല് ആരുടെ മടിയിലാണോ വെച്ചത് അയാളുടെ എല്ല് കഅന്ന അദുമഹു യറുദ്, ആ എല്ല് പൊട്ടുന്ന പോലെ നബിതങ്ങളുടെ കാലിന് ഭാരമുണ്ടാകുമായിരുന്നുവത്രേ. ഒട്ടകപ്പുറത്ത് നബിതങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് വഹിയുമായി ജിബ്രീൽ തങ്ങൾ വരുന്നതെങ്കിൽ ആ ഒട്ടകം അവിടെ നിൽക്കും. ആ ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥയിൽ വഹിയങ്ങ് വന്നു തുടങ്ങിയാൽ വഹിയിന്റെ ഭാരം കൊണ്ട് ഒട്ടകം മുട്ടുകുത്തി പോകുമായിരുന്നു. അങ്ങനെയാണ് വഹി ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, നബിയേ ഭാരമുള്ള ഒരു സംഗതിയാണ് അങ്ങേക്ക് നാം ഇറക്കിത്തരുന്നത്. ഖുർആൻ ഭാരമാണ്, വഹി ഭാരമാണ്. അങ്ങനെ ആ ഭാരം അങ്ങ് നീങ്ങിയാൽ ഹബീബായ നബി തങ്ങൾ ആ വന്ന ഖുർആൻ മധുരമായി ഓതിക്കൊടുക്കും സ്വഹാബികൾക്ക്. അങ്ങനെയാണ് ഖുർആൻ 23 വർഷം ഇങ്ങനെ ഭാരമേറിയ ഖുർആൻ നമുക്ക് വേണ്ടി ആ ഭാരവും ആ ബുദ്ധിമുട്ടുമെല്ലാം സഹിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പരിപൂർണമായി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ അവർക്കല്ലയോ ഈമാൻ ഏറ്റവും കൂടുതൽ. കാരണം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തങ്ങളുടെ വരവുണ്ട് എന്ന് പറഞ്ഞ് ജിന്നുകൾ വിളിച്ചു പറഞ്ഞ കവിതകളുണ്ട്. അറബ് ലോകത്തത് വളരെ വ്യാപകമാണ്, എല്ലാവർക്കും അറിയാം. മഹാനായ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹുവാണ് ആ ജിന്നുകളുടെ ആ ഹുസാഫിൻ്റെ കഥ പറയുന്നത്. നമ്മളെവിടെ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വിട്ടുകളയാണ്. ജിന്നുകൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മക്കയിൽ ജനിക്കാൻ പോകുന്നുവെന്ന് തങ്ങളുടെ ജനനത്തിന്റെ മുമ്പ് ആ ജിന്നുകൾ യമനിൽ വെച്ച് വിളിച്ചു പറഞ്ഞൊരു ഹുസാഫിന്റെ ചരിത്രമുണ്ട്. ഹദീസിൽ വന്ന വിഷയമാണത്. സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹുവാണ് അത് ഉദ്ധരിക്കുന്നത്. ആ സംഭവം അറിഞ്ഞവരാണ് സ്വഹാബിമാർ. അഹ്ലു കിതാബ്, വേദം നൽകപ്പെട്ട ജൂതന്മാരും അന്നത്തെ ക്രിസ്ത്യാനികളും ഹബീബായ നബി തങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മദീനത്തേക്ക് താമസം മാറിയവരാണ്. ഷാമിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്. അത് സ്വഹാബിമാർക്കറിയാം. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ഒരു ചെന്നായ സംസാരിച്ചത് വിശുദ്ധ ഹദീസിലുണ്ട്. ഒരു ആട്ടിടയന്റെ ആടിനെ ഒരു ചെന്നായ പിടിക്കാൻ വന്ന നേരം എൻ്റെ ആടിനെ നീ തിന്നുകയോ എന്ന് പറഞ്ഞ് ആടിനെ പിടിച്ച് വലിച്ചു രക്ഷിച്ചപ്പോ ചെന്നായ പറഞ്ഞത്രേ, തഹൂലു ബൈനി വ ബൈന റിസ്ഖി, എന്റെയും എൻ്റെ റിസ്ഖിന്റെയും ഇടയിൽ നീ എനിക്ക് തടസ്സം നിൽക്കുകയാണോ? അപ്പൊ ഇയാൾ അത്ഭുതപ്പെട്ടു. ഒരു ചെന്നായുടെ വർത്തമാനം അത്ഭുതപ്പെട്ട് ചോദിച്ചു, ചെന്നായ സംസാരിക്കേ? ആ ചെന്നായ സംസാരിച്ചു, എൻ്റെ സംസാരമാണോ നിനക്കത്ഭുതം? മദീനയിലേക്ക് ചെല്ല്, ഭാവിയും വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളും ഈമാനും ഹിക്മത്തും ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന പ്രവാചകൻ മദീനയിൽ വന്നിട്ടുണ്ട്. ആ മദീനയിലിരിക്കുന്ന പ്രവാചകനല്ലയോ ഞാനീ പറഞ്ഞ വാക്കിനേക്കാളും അത്ഭുതം? മദീനത്തേക്ക് പോ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ, ആട്ടിടയനെ, ആടുകളെ ഉപേക്ഷിച്ച് അയാൾ മദീനത്തേക്ക് ഓടി ഹബീബിന്റെ സ്വഹാബിയായി മാറിയത് ഒരു ചെന്നായുടെ സംസാരം കേട്ടുകൊണ്ടാണെന്ന് ഹദീസിലുണ്ട്, സ്വഹീഹായ ഹദീസ്. സ്വഹാബിമാർ അതിന് സാക്ഷിയാണ്. ഹബീബായ തങ്ങളുടെ ചുമല്, വലത്തെ ചുമലിന്റെ ബേക്കിൽ പ്രവാചകത്വത്തിന്റെ സീലുണ്ടായിരുന്നു, ഖാതമുൻ നുബുവ. അതൊരു ചെമന്ന നിറമുള്ള ഒരു ഇറച്ചി കഷ്ണമായിരുന്നു. അത് സ്വഹാബിമാർ കണ്ണുകൊണ്ട് കണ്ടവരല്ലയോ? അവർക്ക് ഈമാൻ വർദ്ധിക്കില്ലേ നമ്മളെക്കാളും? എത്രയോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് പ്രവചനം ചെയ്തില്ലയോ? ആ പ്രവചനങ്ങളെല്ലാം പുലർന്നതായി ഗൈബുകളെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അതെല്ലാം പുലർന്നത് കണ്ണുകൊണ്ട് കണ്ടവരല്ലയോ അവര്? പുണ്യനബി ദുആ ഇരക്കുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്നത് കണ്ണുകൊണ്ട് കണ്ടവരല്ലേ സ്വഹാബിമാർ? യാ റസൂലല്ലാഹ്, നബിയേ മഴ വേണം, മഴ വേണം. നബിയേ ഞങ്ങളുടെ കന്നുകാലികൾ ചത്തുപോകുന്നു. നബിയേ ഞങ്ങളുടെ പിഞ്ചു മക്കൾക്ക്, ഉമ്മമാർക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. നബിയേ വെള്ളമില്ല, വെള്ളമില്ല. കന്നുകാലികൾക്ക് വെള്ളമില്ല, മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല. നബിയേ ഞങ്ങൾക്ക് മഴ വേണം എന്ന് മദീന പള്ളിയിൽ ഖുതുബയോതുന്ന ഹബീബിനോട് ജുമുഅന്റെ ഇടയിൽ വന്ന് പറഞ്ഞ ആ അറാബിയുടെ
ആവശ്യത്തിനനുസരിച്ച് അല്ലാഹുമ്മ അഗ്സിനാ, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ എന്ന് പുണ്യനബി മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് കൈയുയർത്തിയപ്പോൾ ആ നിമിഷം മഴ പെയ്തതിന് മദീന പള്ളിയിലെ ജുമുഅക്ക് കൂടിയ ആയിരക്കണക്കിന് സ്വഹാബിമാർ സാക്ഷികളാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയട്ടെ, വമാ ഫിസ് സഹാബി മിൻ വമാ ഫിസ് സമായി ഖുസ്അത്തും മിനസ് സഹാബ്, ഒരു മേഘത്തിൻ്റെ പടലം പോലും, മേഘത്തിൻ്റെ ഒരു ചെറിയ നാര് പോലും ആകാശത്തില്ലാത്ത നേരത്ത് എവിടെ നിന്നോ മേഘങ്ങൾ ഓടിക്കൂടി വന്ന് മഴ പെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ ചെളിയിലാണെന്ന് സുജൂദ് ചെയ്തത്. ആരുടെ ദുആഇന്റെ ഉത്തരം? ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാർ. പിറ്റേ ആഴ്ച ഈ മനുഷ്യൻ തന്നെ ഓടി വന്നു, നബിയേ നബിയേ ഹലക്ന, മഴ കൊണ്ട് ഞങ്ങൾ നശിച്ചു നബിയേ, മഴങ്ങ് പെയ്ത് പെയ്ത് വല്ലാതെ പെയ്തു നബിയേ, ഞങ്ങൾക്ക് മഴ മതി, ഞങ്ങൾക്ക് മഴ മതി. ഇനി മഴ പെയ്താൽ ഞങ്ങളുടെ വീടുകൾ കുത്തിയൊലിച്ചു പോകും, ഇനി മഴ പെയ്താൽ വെള്ളപ്പൊക്കമാകും നബിയേ, അള്ളാഹുവിനോട് നിർത്താൻ പറയണേ. മദീന പള്ളിയുടെ മിമ്പറിൽ തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകാശത്തൊരു വട്ടം വരച്ചു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജർ. എവിടേക്കാണോ ആ വിരൽ കൊണ്ട് നബി തങ്ങൾ വട്ടം തീർത്തത്, ആ വട്ടം മാത്രം ഒഴിവായി അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് മേഘം പോകുന്നതും മഴ നീങ്ങുന്നതും സ്വഹാബിമാർ കണ്ടുവന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസുകളാണിതൊക്കെ. ഈ സംഭവങ്ങൾക്ക് മുഴുവനും സാക്ഷികളാകുന്ന ഒരു സമൂഹത്തിന്റെ ഈമാൻ എത്ര വലുതായിരിക്കും ആലോചിച്ചു നോക്കൂ. മദീന പള്ളിയിൽ അവിടുന്ന് ചാരി നിന്നിരുന്ന ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടി, ആ തടിയിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അൻസാരികളിൽപ്പെട്ട ഒരു ഉമ്മ, അവരുടെ മകൻ ആശാരിപ്പണി അറിയുന്ന മോനാണ്, ഹബീബിനോട് വന്ന് പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അങ്ങ് സമ്മതം തരികയാണെങ്കിൽ ഒരു മിമ്പർ അങ്ങേക്ക് വേണ്ടി ഖുതുബ നിർവഹിക്കാൻ കയറി നിൽക്കാൻ പറ്റുന്ന 3 സ്റ്റെപ്പുകളുള്ള ഒരു മിമ്പർ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഉണ്ടാക്കി തരട്ടെയോ? ആ മിമ്പർ ഉണ്ടാക്കി കൊണ്ടുവന്ന് മദീന പള്ളിയിൽ സ്ഥാപിക്കുകയും മുമ്പുണ്ടായിരുന്ന അവിടുന്ന് ചാരി നിന്നിരുന്ന ഈത്തപ്പനയുടെ തടി ജിദ്ഉൻ നഖ്ല എന്നാണ് പറയാ. ഈ ഹദീസ് പറയുമ്പോൾ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പൊട്ടിക്കരയുമായിരുന്നു. ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പുറത്ത് ചാരി വെച്ച ആ മരത്തടിയുടെ ഉള്ളിൽ നിന്ന് കരച്ചിലിന്റെ ശബ്ദം കേട്ടത് പ്രവാചകർ തങ്ങളുടെ മുഅ്ജിസത്തായിരുന്നു. മുഅ്ജിസത്ത് സ്വഹാബിമാർ മുഴുവനും കേട്ടു. ഒരു പിഞ്ചു പൈതൽ തേങ്ങി തേങ്ങി കരയുന്ന പോലെ. ആരാണ് ഈ കരയുന്നത്? നിസ്കാരം കഴിയുന്നവരെ കാത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ പള്ളിയുടെ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പുറത്ത് ചാരി വെച്ച ഈത്തപ്പന തടിയിൽ നിന്നാണ് ഒരു പൈതലിന്റെ കരച്ചിൽ പോലത്തെ കരച്ചിൽ കേട്ടത്. മുതവാത്തിറായ ഹദീസ് എന്നതിനെ സംബന്ധിച്ച് പറയാം. മുതവാത്തിറായ ഹദീസ് ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്രയും വളരെ പ്രബലമായി ഒരു ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തലമുറകളിലേക്ക് കൈമാറിയ ഹദീസാണിത്. ജിദ്ഉൻ നഖ്ല, ഈത്തപ്പനയുടെ തടിയുടെ ഹദീസ് എന്നാ പറയാ. ആ ഈത്തപ്പന തടിയെ പുണ്യനബി കൈകൊണ്ട് തലോടുകയും എന്തൊക്കെയോ അതിനോട് പറയുകയും ചെയ്തപ്പോൾ ഹദഅത്, അതിൻ്റെ കരച്ചിൽ നിർത്തി. എന്നിട്ട് തങ്ങൾ മദീന പള്ളിയുടെ മുൻവശത്ത് ആ ഈത്തപ്പനയുടെ തടിയെ മറവ് ചെയ്യാൻ പറഞ്ഞു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ആ മരത്തടിയോട് എന്താണങ്ങ് പറഞ്ഞത്? തങ്ങൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ലയോ? നീ ശാന്തമാവ്, കരയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണത് കരച്ചിൽ നിർത്തിയത്. ഹസനുൽ ബസ്രി തങ്ങൾ ഹദീസ് പറഞ്ഞുകൊണ്ട് പറയും, ഹാദൽ ജിദ്അ, ഈ ഈത്തപ്പന തടിയാണിത് കരയുന്നത്. ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ, ഹബീബിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഹബീബിൻ്റെ സ്പർശനം കിട്ടാതെ പോയപ്പോൾ, അങ്ങനെയാണെങ്കിൽ മജ്ജയും മാംസവും ബുദ്ധിയും തലച്ചോറുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ
ഹബീബിനെയോർത്ത് എത്ര കരയേണ്ടവരാണ്, എത്ര കരയേണ്ടവരാണ്. ഒരു മരത്തിനിങ്ങനെ സങ്കടമുണ്ടെങ്കിൽ ഹബീബിനെയോർത്ത് നമ്മൾ എത്ര സ്നേഹിക്കേണ്ടവരാണ് എന്ന് ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു റളിയല്ലാഹു അൻഹു. അവിടുത്തെ പരിശുദ്ധമായ വിയർപ്പിന് സുഗന്ധമായിരുന്നു. സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു ഹബീബിന്റെ വിയർപ്പിനെന്ന് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, സ്വഹാഹു സിത്തയിലില്ലേ, സ്വഹീഹ് മുസ്ലിമിലില്ലേ, എല്ലാ ഹദീസിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടില്ലേ. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. സുഗന്ധമാണ് ഹബീബിന്റെ വിയർപ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ കൈ തണുപ്പായിരുന്നു, മൃദുലമായിരുന്നു. ഇന്നി ലഅജിദു ബർദ യദി റസൂലില്ലാഹി ഫീ സ്വദ്രി. 16-17 കൊല്ലം കഴിഞ്ഞിട്ട് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന, ഈജിപ്തിലേക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ദീനിന്റെ വെളിച്ചവുമായി കടന്നു ചെന്ന സ്വഹാബി, മസ്ജിദ് അംറു ഇബ്നുൽ ആസ് എന്ന് ഇന്നും ഖൈറോവിൽ കാണുന്ന പള്ളിയുണ്ട്. മഹാൻ മദീനത്തുൽ ഫുസ്താത്തിൽ സ്ഥാപിച്ച ആദ്യകാല പള്ളിയായിരുന്നു അത്. ആ സ്വഹാബി വഫാത്താകാൻ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, ഈമാൻ സ്വീകരിച്ചപ്പോ, ഹബീബിന്റെ അരികത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോ എൻ്റെ ദേഹത്ത് കുപ്പായമില്ലായിരുന്നു. ഹബീബായ നബി അവിടുത്തെ മിനുമിനുത്ത കയ്യ്, തണുപ്പുള്ള കയ്യ്, ആ കൈ എൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് എനിക്കൊരു അടി തന്നിരുന്നു. ആ കൈസ്പർശത്തിൻ്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ കയ്യിന്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും, ഇന്നി ലഅജിദു ബർദ യദൈഹി ഫീ സ്വദ്രി, എൻ്റെ നെഞ്ചിൽ ഞാൻ ഇപ്പോഴും ഹബീബിന്റെ അന്നത്തെ കയ്യിന്റെ സ്പർശത്തിന്റെ തണുപ്പ് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കുടിച്ചു ബാക്കി വെച്ച വെള്ളം, അവിടുന്ന് എവിടെ നിന്നാണോ ചുണ്ട് വെച്ച് കുടിച്ചത്, ആ സാദാ വെള്ളത്തിന് തേനിന്റെ മധുരമുണ്ടായിരുന്നുവെന്ന് സ്വഹാബിമാരുടെ റിവായത്തുകളിൽ കാണാൻ കഴിയും. അവിടുന്ന് വെള്ളം ആവശ്യമായി വന്നപ്പോ, യാത്രയിൽ വെള്ളം തീർന്നു പോയപ്പോ സ്വഹാബിമാരോട് മുഴുവൻ അവരുടെ കയ്യിൽ ബാക്കിയുള്ള വെള്ളം ഒരു തോൽപാത്രത്തിൽ ഒഴിക്കാൻ പറയുകയും പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട ഹബീബിന്റെ വിരലങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഹബീബിന്റെ വിരലിനിടയിലൂടെ വെള്ളം മണ പൊട്ടിയൊഴുകി വന്നത് ഹബീബിന്റെ മുഅ്ജിസത്ത് കണ്ണുകൊണ്ട് കണ്ടവരാണ് സ്വഹാബിമാർ. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ പട്ടിണി കൊണ്ട് സ്വഹാബിമാരെല്ലാം വയറ്റത്ത് ഭാരം കിട്ടാൻ വേണ്ടി ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ 2 കല്ല് വെച്ച് കെട്ടിയ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്ത الحجارة كشحا مترف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹബീബിന് വിരുന്നൊരുക്കിയല്ലോ. ഖന്തക്കിന്റെ മലമുകളിൽ 5 ആൾക്ക് ഭക്ഷണം കൊടുത്തു, 5 ആൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചു. 300-ലേറെ സ്വഹാബിമാർ ജാബിർ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഭക്ഷണം തികയില്ല എന്ന് വിചാരിച്ച് പേടിച്ചു പോയ ജാബിർ എന്നവരും ഭാര്യയും, ജാബിറെ നിങ്ങൾ കറി വെച്ച പാത്രം എവിടെ, ഒന്ന് കൊണ്ടുവരൂ. അവിടുത്തെ പരിശുദ്ധമായ ഉമിനീർ, അതിന് സുഗന്ധമാണ്, അതിന് മധുരമാണ്. ആ ഉമിനീർ, പരിശുദ്ധമായ ഉമിനീർ ജാബിർ തങ്ങൾ വെച്ച ഭക്ഷണത്തിലേക്ക് നബി തങ്ങളാക്കി കൊടുത്തു. അവിടുന്ന് ആ പരിശുദ്ധമായ ഉമിനീർ ഭക്ഷണത്തിലേക്ക് എത്തിയത് കാരണം വിളമ്പാൻ പറഞ്ഞു. 300 പേരും തിന്നു കഴിഞ്ഞതിന് ശേഷവും ആ ഭക്ഷണം ബാക്കിയായി എന്ന് മാത്രല്ല, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർക്കും എല്ലാ വന്ന ഗസ്റ്റിനും നബി തങ്ങൾക്കും അവിടുത്തെ സ്വാഹിബൈനിക്കും സിദ്ദീഖ് എന്നവർക്കും ഉമർ എന്നവർക്കും എല്ലാവർക്കും എല്ലാവരും കഴിച്ചതിന് ശേഷവും ആ വീട്ടുകാർ വെച്ച ഭക്ഷണം അങ്ങനെ ബാക്കിയായി എന്നതിന് ഈ സ്വഹാബിമാർ സാക്ഷിയാണ്. ഒട്ടകം കരഞ്ഞുകൊണ്ട് വന്നില്ലയോ ഹബീബിന്റെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, എൻ്റെ അധികാരിയായ എൻ്റെ മാസ്റ്റർ, മദീനക്കാരനായ അൻസ്വാരിയായ ഒരു ചെറുപ്പക്കാരൻ, നബിയേ എനിക്ക് നേരത്തെ ഭക്ഷണം തരുന്നില്ല പ്രവാചകരെ,
എന്നെ വിശപ്പ് സഹിപ്പിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നബിയെ എന്ന് ആ ഒട്ടകം കണ്ണുനീര് വാർത്ത് ഒരു ഈത്തപ്പന തോട്ടത്തിലേക്ക് കയറി ചെന്ന് നബിയോട് പരാതി പറഞ്ഞത് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാർ സാക്ഷിയാണ്. മൻ സാഹിബു ഹാദൽ ഇബിൽ, ആരാണി ഒട്ടകത്തിന്റെ മുതലാളി? അനയാ റസൂലല്ലാഹ്, ഞാനാ നബിയെ എന്ന് വന്ന് പറഞ്ഞ സ്വഹാബിയോട് നിങ്ങൾ ഇന്നകല തുജീഉഹു, അതിനെ പട്ടിണിക്കിടുന്നുണ്ടല്ലേ, അതിന് വെള്ളം കൊടുക്കുന്നില്ലല്ലേ, അതിന് ചെയ്യാൻ പറ്റാത്തത് നീ അതിനോട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലേ. ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിരിക്കുന്നു, ഇത്തഖില്ലാ, അല്ലാഹുവിനെ പേടിക്കണേ. മിണ്ടാൻ കഴിയാത്ത ഈ പാവം ജീവികളോട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യിപ്പിക്കല്ലേ. ഈ ജീവികൾക്കുമേൽ നിനക്ക് അല്ലാഹു അധികാരം തന്ന പോലെ നിന്റെ മേൽ അധികാരമുള്ളവനാണ് അല്ലാഹു, അതുകൊണ്ട് കരുണ കാണിക്കണേ എന്ന് പുണ്യനബി ഉപദേശിച്ചതും ഈ സ്വഹാബിമാർ ചുറ്റുവട്ടത്ത് നിന്ന് കണ്ടവരാണ്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. അന്ന് ബലിപെരുന്നാൾ ദിവസം അന്ന് ഉദ്ഹിയ്യത്തിന് കൊണ്ടുവരുന്ന ഒട്ടകങ്ങൾ, ഹബീബായ നബി തങ്ങൾ ആ ഒട്ടകങ്ങൾ അറുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒട്ടകങ്ങൾ കഴുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഓടി വരുന്ന രംഗം 100,000-ലേറെ വരുന്ന സ്വഹാബിമാർ സാക്ഷികളാണ്. ഒട്ടകങ്ങൾ നബിയുടെ മുമ്പിലേക്ക് വരികയായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഒരു ജൂതയായ പെണ്ണ് ആ ആടിൻ്റെ കൈയിൻ്റെ ഭാഗം വേവിച്ച് വെച്ചത്, അതിനുള്ളിൽ വിഷം കുത്തിവെച്ചിരുന്നു. ഹബീബായ നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് വായിലേക്ക് ഭക്ഷണം എടുക്കുമ്പോൾ ആ ഭക്ഷണം ഹബീബിനോട് പറഞ്ഞിട്ടുണ്ട്, നബിയെ എന്നെ തിന്നല്ലേ, എന്നിൽ വിഷമുണ്ട്. അങ്ങനെ നബി എഴുന്നേറ്റ് പോന്നിട്ടുണ്ട് ഖൈബറിൽ. പുണ്യനബി ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ആ തസ്ബീഹ് സ്വഹാബിമാർ കേട്ടിട്ടുണ്ട്. ഭക്ഷണം തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ഹസ്വകൾ, കല്ലുകൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. പുണ്യനബിയുടെ കയ്യിൽ നിന്ന് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് സിദ്ദീഖ് തങ്ങൾ കേട്ടു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ എൻ്റെ കയ്യിലേക്കൊന്ന് തരുമോ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പം അത് ചൊല്ലി തസ്ബീഹ് ചൊല്ലുന്നു. ഉമർ തങ്ങൾ പറഞ്ഞു സിദ്ദീഖ് തങ്ങളോട്, നബിയെ ഞാനും ഒന്ന് പിടിച്ചു നോക്കട്ടെ, എൻ്റെ കയ്യിലൊന്ന് തരുമോ. അവിടെയും തസ്ബീഹ് ചൊല്ലി. പിന്നെ അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞങ്ങൾ പിന്നെ 4-5 ആളുകൾ മാറി മാറി വെച്ച് നോക്കി, ഞങ്ങളുടെ കൈകളിൽ അത് തസ്ബീഹ് ചൊല്ലിയില്ല. എന്തിന്? VIP-കളായ സ്വഹാബികൾക്കിടയിൽ VVIP-കൾ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അല്ലാഹു. ഇങ്ങനെ മുഅ്ജിസത്തിന്റെ എത്രയോ അനുഭവങ്ങൾ കണ്ണിൽ കണ്ടവരാണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാർ. വലൗ അന്ന അഹദൻ അൻഫഖ മിഥല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം ഔ നസീഫഹു. എൻ്റെ സ്വഹാബിമാർ അവർ ചെയ്തതിന് പകരം ഉഹദ് മലയോളം വരുന്ന സ്വർണം ഉമ്മത്തിന് ഒരാൾ ദാനം ചെയ്താലും എൻ്റെ സ്വഹാബിമാർ ഒരു കൈക്കുമ്പിളിൽ കൊടുത്ത ദാനത്തോളം മറ്റാരുടേതും എത്തുകയില്ല എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ സ്വഹാബിമാരെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുക. അവരുടെ ചരിത്രം അറിയുന്ന എത്രയോ പുസ്തകങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് വായിച്ചു കൊടുക്കുക, അവരറിയട്ടെ, അവർ പഠിക്കണം സ്വഹാബിമാരെ. അമനത്തുല്ലി ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ സംരക്ഷകരായിരുന്നു അവര്. യഅതി സമാനുൻ യഗ്സു ഫിആമും മിനന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയട്ടെ, ഒരു കാലഘട്ടം വരും, അന്ന് ഒരു വിഭാഗം ആളുകൾ ദീനിന്റെ ദഅവത്തിന് വേണ്ടി അവർ യുദ്ധം നയിക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് ഫയുഖാൽ ഹൽ ഫീകും മൻ സ്വഹിബ റസൂലല്ലാഹ്. യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വരും, ഈ വരുന്ന സൈന്യത്തിൽ സ്വഹാബിമാർ ആരെങ്കിലും ഉണ്ടോ? ഫയുഖാലു നഅം, ഉണ്ട്. ഫയുഫ്തഹു അലൈഹി, അല്ലാഹു അത് കാരണം അവർക്ക് വിജയം കൊടുക്കും. സ്വഹാബിണ്ടല്ലേ എന്നാ വിജയം ഉറപ്പാണ്. ثم يأتي زمان, പിന്നൊരു കാലഘട്ടം വരും, അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ചോദിക്കും, ഫീകും മൻ സ്വഹിബ അസ്ഹാബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സ്വഹാബിമാരെ കണ്ടവർ താബിഈങ്ങളുണ്ടോ? ഈ കൂട്ടത്തിൽ സ്വഹാബിമാരാരുമില്ല, എന്നാൽ അടുത്ത ജനറേഷൻ താബിഈങ്ങളുണ്ടോ?
ഉണ്ട് എന്ന് പറയും. ഫയുഫ്തഹു അലൈഹി, സ്വഹാബിമാരെ കണ്ടവരുണ്ട് എന്ന കാരണത്താൽ അല്ലാഹു തആല അവർക്ക് വിജയം കൊടുക്കും. പിന്നെയും കാലം നീങ്ങിപ്പോകും, യുദ്ധങ്ങൾ നടക്കും. ആ സമയത്ത് അവിടെ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹിബ അസ്ഹാബി റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ കണ്ടവരുണ്ടോ, താബിഈങ്ങളുണ്ടോ? ഫയുഖാലു നഅം ഫയുഫ്തഹു, അവർക്ക് അല്ലാഹു വിജയം കൊടുക്കും. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഒരു സ്വഹാബിയുടെ സാന്നിധ്യം അല്ലാഹു ഫതഹ് നൽകാൻ കാരണമാണ്. അതുകൊണ്ട് സ്വഹാബിമാരെ സിയാറത്ത് ചെയ്യണം, അവർക്ക് വേണ്ടി തർദിയത്ത് ചെല്ലണം. അവരെ പറ്റി മുഴുവനല്ല, അവരെ പറ്റിയും പൊരുത്തപ്പെടണം. അവർ അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടവരാണ്, അല്ലാഹു റബ്ബിന്റെ പൊരുത്തം കൊടുത്തവരാണ് സ്വഹാബിമാർ. അവരാരും ചെറുതല്ല, എല്ലാവരും VIP-കളാണ്. ആ VIP-കളിൽ VVIP-കളുണ്ട്. അശ്റത്തുൽ മുബശ്ശരീൻ, ഖുലഫാഉർ റാഷിദീൻ, ഹബീബാ നബി തങ്ങളുടെ അഹ്ലു ബൈത്ത്, അസ്വാജുഹു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഇങ്ങനെ മഹത്തുക്കളും മഹാത്മാക്കളുമായ ഒരു സമൂഹത്തോടുള്ള ബഹുമാനത്തിലും ആദരവിലും അവരോടുള്ള സ്നേഹത്തിലുമാണ് നമ്മുടെ ഈമാൻ നിലനിൽക്കുന്നത്. ലാ തസാലൂന ബിഖൈരിൻ മാദാമ ഫീകും മൻ റആനി വസാഹബനി, എന്നെ കണ്ടവരോ എൻ്റെ അസ്ഹാബുകളോ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖൈറാൻ. വല്ലാഹി ലാ തസാലൂന ബിഖൈരിൻ മാദാമ ഫീകും മൻ റആനി വസാഹബനി, എന്നെ കണ്ടവരുണ്ടെങ്കിൽ ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് പറയുന്ന ഹദീസ് അല്ലാമ ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണത്. അങ്ങനെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, സ്വഹാബിമാർ ഇങ്ങനെയാണെങ്കിൽ അവരുടെ ഗുരുവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എത്രയാണ്, അംബിയാഇന്റെ മഹത്വം എത്രയാണ്, ശുഹദാഇന്റെയും സ്വാലിഹീങ്ങളുടെയും മഹത്വം എത്രയാണ്. അല്ലാഹുവേ, സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾ, മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ സജ്ജനങ്ങളെ അല്ലാഹുവേ ചെന്ന് സന്ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവിന്റെ ശഫാഅത്ത് നൽകണേ റബ്ബേ. അവരോടുള്ള മഹബ്ബത്ത് നാളെ ഞങ്ങൾക്ക് ശഫാഅത്താക്കി മാറ്റി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വഹാബത്തിനോടുള്ള മഹബ്ബത്ത് മുഹാജിറുകളാണെങ്കിലും അൻസ്വാരികളാണെങ്കിലും അവരുടെ ഈമാൻ എത്ര വലുതാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്തവരാണ്. യാ റബ്ബനാ, അവരോടുള്ള മഹബ്ബത്തിൻ്റെ പേരിൽ അൻത മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരോടൊപ്പമാണല്ലേ. അല്ലാഹുവേ, ഇന്നാ നുഹിബ്ബുക نشهدك أننا نحبك ونحب رسولك وأصحاب رسولك وأولياءك وعلماءك وشهداءك وصالحي عبادك. اللهم أدخلنا الجنة معهم بفضلك يا أكرم الأكرمين. ആമീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. മജ്ലിസുൻ നൂർ എന്ന പുണ്യമായൊരു സദസ്സ്, ആ സദസ്സിൻ്റെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹുവേ, അസ്ഹാബുൽ ബദ്രീൻ, സ്വഹാബികളിൽ വലിയ സ്ഥാനമുള്ളവരാണ് ബദ്രീങ്ങൾ. അല്ലാഹുവേ, ഇവിടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസാർ ചൊക്ലി നമ്മുടെ സുഹൃത്ത്, അവരാണോ? മാഷാ അല്ലാഹ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ കറണ്ട് ബില്ലടക്കുന്നത് നമ്മുടെ നിസാർ സാഹിബാണ്, ചൊക്ലിയിലുള്ള. അല്ലാഹുവേ, നീ ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും നൽകണേ തമ്പുരാനെ. നമ്മുടെ അറബി കോളേജ് ഇവിടെ ഉണ്ട്, മഖാമുണ്ട്, മദ്രസയുണ്ട്, പള്ളിയുണ്ട്. വനിതാ കോളേജിൻ്റെ അവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ഇത്രയും വലിയൊരു സംവിധാനത്തിന് മഹാനായ ചപ്പാരപ്പുഴ ഉസ്താദിൻ്റെ കീഴിലുള്ള ഇർഫാനിയ കോളേജിൻ്റെ